അപ്പൊ ദർശനങ്ങളെ സംബന്ധിക്കുന്ന ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അദ്വൈതം എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വലിയ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ബാക്ക്ഗ്രൗണ്ടില് ഇല്ലല്ലോ. ഓക്കെ. അദ്വൈതം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ദ്വൈതം, ദ്വൈതം അല്ലാത്തത് എന്നാണ്. അതൊരു നിഷേധ ശബ്ദമാണ്. എന്ത് ശബ്ദമാണ്? നിഷേധ ശബ്ദം. ദ്വൈതമല്ല എന്നല്ലേ പറയുന്നേ? അപ്പൊ എന്താണ് ഈ അദ്വൈതം എന്ന് പറയുന്ന ഈ നിഷേധ ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. യോഗശാസ്ത്രമനുസരിച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം ചിത്തം എന്ന് പറയുന്ന ആന്തരികമായ ഉപാധിയിൽ കൂടെയാണ്. ആന്തരികമായ ഉപാധി എന്ന് പറഞ്ഞാൽ അന്തഃകരണം എന്നാണ് സാധാരണയായിട്ട് പറയാറ്. എന്താണ് അന്ധകരണം എന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നതായ ഉപകരണം. കണ്ണ്, മൂക്ക്, ചെവി മുതലായ ഉപകരണങ്ങൾ ശരീരത്തിന് പുറത്ത് പ്രവർത്തിക്കുമ്പോ അന്ധകരണം എന്ന് പറയുന്നതായ ചിത്തം അത് അകത്താണ് പ്രവർത്തിക്കുന്നത്. അകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിനെ അന്തഃകരണം എന്ന് പറയാൻ തന്നെ കാരണം. നമ്മൾ എന്തറിയുന്നുവോ, എന്തു കേൾക്കുന്നുവോ, എന്തു പറയുന്നുണ്ടോ, അതെല്ലാം ചിത്തം എന്ന് പറയുന്നതായ അന്ധകരണം നമ്മുടെ അകത്ത് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാം എഴുതി വയ്ക്കാവുന്ന ഒരു മഹത്തായ പുസ്തകമാണ് അന്ധകരണം എന്ന് പറയുന്ന ചിത്തം. ഈ ചിത്തത്തിന് 3 ഭാവങ്ങളാണുള്ളത്. ചിത്തത്തിന് 3 ഭാവങ്ങളുണ്ട്. ഒന്നാമത്തത് സാത്വിക ഭാവമാണ്. ഒന്നാമത്തത് സാത്വിക ഭാവം. രണ്ടാമത്തതാണ് രാജസിക ഭാവം. മൂന്നാമത്തത് അങ്ങനെയാണെങ്കിൽ അറിയാമല്ലോ, താമസ ഭാവമാണ് മൂന്നാമത്തത്.
അപ്പൊ ചിത്തത്തിന്റെ സാത്വിക ഭാവം, ചിത്തത്തിന്റെ രാജസിക ഭാവം, ചിത്തത്തിന്റെ താമസിക ഭാവം എന്ന് ചിത്തത്തിന് ഗുണങ്ങളെ ആസ്പദമാക്കി 3 ഭാവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ വലിയ സവിശേഷതകളിലേക്ക് ഇന്ന് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് നമ്മൾ അദ്വൈതത്തെയാണ് ഇവിടെ വിഷയമാക്കിയിട്ടുള്ളത്. അപ്പൊ ചിത്തത്തിന്റെ ഈ പറഞ്ഞതായ 3 ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടം എന്ന് പറയുന്നത് സാത്വിക ഭാവമാണ്. സാത്വിക ഭാവം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന വസ്തുക്കളെ നമുക്ക് ശരിയാം വണ്ണം അറിയാൻ കഴിയുന്നത്. രാജസിക ഭാവത്തിൽ നമ്മൾ ഏതാണ്ടൊക്കെ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമെങ്കിലും അത് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയില്ല. നമ്മൾ അറിയാൻ കഴിയുന്നതിൽ നിന്ന് നമ്മുടെ ചിത്തം വളരെ പതുക്കെ എസ്കേപ്പ് ആവും. രാജസിക ഭാവത്തില് താമസിക ഭാവത്തിലോ, താമസിക ഭാവത്തിൽ നമ്മൾ എന്തിനെയാണോ അറിയാൻ ശ്രമിക്കുന്നത് ആ ശ്രമം തന്നെ ഒരു പാഴ് ശ്രമമായിരിക്കും. അതിനോട് നമുക്ക് താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അറിയാൻ ശ്രമിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് ഒരു മറയോടുകൂടിയ അറിവായിരിക്കും നമുക്ക് ഉണ്ടാവുക. മറയോടുകൂടിയ അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വെളിച്ചത്ത് വരാത്ത അറിവെന്നാണ് അർത്ഥം. രാജസത്തില് അറിയാൻ കഴിയുന്നുണ്ട്, അത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഉദാത്ത ഭാവം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് സാത്വിക ഭാവമാണ് എന്നാണ് ഉത്തരം. ഇനി ആരാണ് അറിയുന്നത്, ആരാണ് അറിയിക്കുന്നത്? ഇങ്ങനെ 2 പാളികളായിട്ടാണ് അറിയുക എന്ന് പറയുന്ന പ്രക്രിയ പ്രവർത്തിക്കുന്നത്. 2 പാളികളായിട്ട്. ആരാണോ അറിയുന്നത് അതിനെ നമ്മൾ പുരുഷൻ എന്ന് വിളിക്കുന്നു. ആരാണോ അറിയിക്കുന്നത് അതിനെ നമ്മൾ ചിത്തം എന്ന് വിളിക്കുന്നു. അറിയുന്നത് പുരുഷൻ, അറിയിക്കുന്നത് ചിത്തം. ചിത്തത്തിന്റെ അറിവുകളൊന്നും ചിത്തത്തിനു വേണ്ടിയല്ല. അത് ചിത്തത്തിൽ നിന്ന് ഭിന്നനായിട്ടുള്ള പുരുഷന് വേണ്ടിയിട്ടാണ് ചിത്തത്തിലെ അറിവുകളെല്ലാം.
സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പെട്ടിയിൽ കിടക്കുന്ന പൈസ അത് പെട്ടിക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. പെട്ടിയിൽ നിന്ന് ഭിന്നനായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ പെട്ടിയിൽ പൈസ വീഴുന്നത്. അതുപോലെ എല്ലാ അറിവുകളുടെയും ആധാരഭൂമിയാകുന്ന ചിത്തം, ആ ചിത്തത്തിലെ അറിവുകളെല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ആ മറ്റൊരാളെയാണ് നമ്മൾ പരൻ എന്ന് പറയുന്നത്. പരൻ. പരൻ. അപ്പൊ അങ്ങനെ അറിവുകൾ ലഭിക്കുന്നത് പുരുഷനും അറിവുകൾ കൊടുക്കുന്നത് ചിത്തവുമാണ്. സാധാരണ നമ്മുടെ ജീവിത വേളകളിൽ സാധാരണയായിട്ടുള്ള നമ്മുടെ ജീവിത വേളകളിൽ ചിത്തവും പുരുഷനും തമ്മിലുള്ളതായ ഈ ഭേദം, ചിത്തം വേറെയാണ് പുരുഷൻ വേറെയാണ് എന്നുള്ളതായ ഭേദം അത് പുരുഷന് അനുഭവപ്പെടാറില്ല. പക്ഷേ എന്തു കാര്യം അറിയണമെങ്കിലും പുരുഷന് ചിത്തത്തിന്റെ സഹായം കൂടിയേ പറ്റൂ. അപ്പൊ എവിടെയാണോ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അപൂർണമായിരിക്കുന്നത്, ആ അറിവ് നൽകുന്ന കാര്യത്തിൽ ചിത്തം പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. ചിത്തം അതിൽ ഭാഗികമായിട്ട് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭാഗികമായിട്ട് ചിത്തം എവിടെയായിരിക്കും? അതിൽ നിന്ന് ഭിന്നമായ വിഷയത്തിലായിരിക്കും. ഏതിനെയാണോ ചിത്തം കാണിക്കുന്നത് അതിൽ മാത്രമല്ലാതെ മറ്റു വിഷയങ്ങളുടെ ക്ഷേത്രത്തിലേക്കും ചിത്തശക്തിയുടെ വ്യാപരണം, ചോർച്ച, ആ ചോർച്ച കാരണം ഉദ്ദിഷ്ട വിഷയത്തെക്കുറിച്ച് ചിത്തം പരിപൂർണമായിട്ടുള്ള അറിവ് നമുക്ക് നൽകില്ല. അതുകൊണ്ടാണ് ഇതിനെ ഭാഗികം എന്ന് പറഞ്ഞത്. അപ്പൊ ഭാഗികമായിട്ടാണ് അറിവ് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഭാഗികമായിട്ട് എന്തായിരിക്കും? മറ്റേ ഭാഗത്ത് അന്യവിഷയങ്ങളുമായിട്ടുള്ള ചിത്തത്തിന്റെ ബന്ധത്തിലേക്ക് ഒരു വ്യഭിചാര ദോഷം കടന്നു വരും. ഒരു വ്യഭിചാര ദോഷം കടന്നു വരും.
അതുകൊണ്ടാണ് ആ വിഷയം സംബന്ധിക്കുന്നതായിട്ടുള്ള അറിവ് നമുക്ക് പരിപൂർണമായിട്ട് ലഭിക്കാത്തത്. അവിടെയാണ് യോഗശാസ്ത്രത്തിന്റെ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന യൗകികമായ യോഗം സംബന്ധിക്കുന്ന ആശയം ഉരുത്തിരിയുന്നത്. അപ്പൊ നമ്മൾ യോഗമാർഗത്തെ പിൻപറ്റുമ്പോൾ, യോഗമാർഗത്തെ അനുസരിക്കുമ്പോൾ വസ്തുക്കളെ പരിപൂർണമായിട്ട് അറിയിക്കുന്നതിനുള്ള ചിത്തത്തിന്റെ കഴിവ്, പവർ, അതെവിടെയാണോ ലീക്ക് ആകുന്നത്, യോഗം ആദ്യം തന്നെ ആ ലീക്കേജിനെ എന്ത് ചെയ്യും? ആ ലീക്കേജിനെയാണ് തടയുക, ആ ചോർച്ചയാണ് തടയുക. അതിനു വേണ്ടിയിട്ടാണ് യമനിയമാദി യോഗാംഗങ്ങളെ നൽകിയിട്ടുള്ളത്. അങ്ങനെ ചിത്തവൃത്തികളുടെ നിരോധം എന്ന് പറയുന്നതായ യോഗത്തെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, യോഗമാർഗത്തെ നമ്മൾ പിന്തുടരുമ്പോൾ ആ ലീക്കില്ലാണ്ടാവും. അപ്പോഴെന്താവും? ഏത് വസ്തുവിനെയാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ വസ്തുവിനെ അതിന്റെ പരിപൂർണതയിൽ ചിത്തം നമുക്ക് പകർന്നു തരും. അപ്പൊ ചിത്തഭൂമിയിൽ ഒരു വസ്തു സംബന്ധമായിട്ടുള്ള വൃത്തി, ചിത്തത്തിന്റെ വ്യാപാരത്തെ നമ്മൾ വൃത്തി എന്നാ പറയാ. ആ വൃത്തി നിലനിൽക്കുമ്പോൾ ആ വൃത്തിയെ തകിടം മറിക്കുന്ന മറ്റു വൃത്തികളൊന്നും കടന്നു വരാൻ പാടില്ല. കടന്നു വന്നാലോ എന്തിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെ പരിപൂർണമായിട്ട് അറിയാൻ കഴിയില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറുപഴം കഴിച്ചുകൊണ്ടിരിക്കുക, ചെറുപഴം. ഒരു 10 ചെറുപഴം വാങ്ങിച്ച് വെച്ചുകൊണ്ട് ഒരു പ്ലേറ്റിൽ ഈ ചെറുപഴം 10ഉം നമ്മുടെ അരികിൽ വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ സെൽഫോൺ എടുത്ത് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതായ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ റീല് കാണുന്ന കൂട്ടത്തിൽ ഒരു ചെറുപഴം എടുത്തു, അതിനെ പതുക്കെ ഒന്ന് തൊലിയുരിച്ചു, നമ്മളതിനെ കടിച്ചു, ഇറക്കി, റീലും കാണുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്നതായ, അവിടെ സംഭവിക്കുന്നതായ ചിത്തവൃത്തി റീലിന്റേതായിരിക്കോ പഴം തിന്നുന്നതിന്റെ ആയിരിക്കോ?
രണ്ടും ചേർന്നതായിരിക്കും അല്ലേ? അപ്പൊ അതെ. അവിടെ റീലും അതിന്റെ പരിപൂർണതയിൽ ആസ്വദിക്കപ്പെട്ടില്ല. പഴം തിന്നുന്നതിന്റെ രസവും പരിപൂർണതയിൽ ആസ്വദിക്കപ്പെട്ടില്ല. രണ്ടിന്റെയും ആസ്വാദനം ഭാഗികമായിട്ട് നൽകിക്കൊണ്ട് ആ ചിത്തവൃത്തി അവിടെ അവസാനിക്കുക. അത് മറ്റൊരു വൃത്തിയിലേക്ക് ചിത്തം പോവുക. ഇതാണ് ഒരു ഉദാഹരണം. രണ്ട്, നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് പല പ്രവൃത്തികളുടെ സമാഹാരത്തിന്റെ പേരാണ് സൈക്കിൾ ഓട്ടം എന്ന് പറയുന്നത്. അതിന്റെ ഹാൻഡിൽ നേരെ പിടിക്കണം, പോവേണ്ടുന്നതായ വഴി ശ്രദ്ധിക്കണം, കാലുകൊണ്ട് പെഡലുകൾ തിരിച്ചു കൊടുക്കണം, എതിരെ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കണം, എന്തെല്ലാം ജോലികളാ ഇടപെട്ട് ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്നത് അവധാനം എന്ന് പറയുന്നതായിട്ടുള്ള ക്രിയയാണ്. അവധാനം ചെറിയ ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ നടക്കുന്ന അനേകം ക്രിയകളെ ഒരാൾ തന്നെ ശ്രദ്ധിക്കുക. അവിടെ വളരെ വലിയ അപകടമില്ല. കാരണം നമുക്ക് പോവേണ്ടുന്നതായ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. കാലുകൊണ്ട് ചവിട്ടുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും വിരലുകൾ കൊണ്ട് ബെല്ലടിക്കുന്നതും രണ്ട് കൈകൾ കൊണ്ട് ഹാൻഡിൽ നിയന്ത്രിക്കുന്നതും ആ ജോലി അങ്ങനെയാണ്. അതുകൊണ്ടാണ് അപകടമില്ലാത്തത്. മറിച്ച് പഴം കഴിക്കുക, റീൽ കാണുക എന്ന് പറയുന്നിടത്ത് അതിന് രണ്ടും നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റും. സൈക്കിൾ ഓടിക്കുമ്പോ 2 മണിക്കൂർ മുമ്പ് ബെല്ലടിച്ചിട്ട് കയറിയാൽ പോരല്ലോ. വഴിക്കടിക്കാനുള്ള ബെല്ല് ഞാൻ 2 മണിക്കൂർ മുമ്പ് അടിച്ചു, അതുകൊണ്ട് വഴിക്കടിക്കുന്നില്ല, അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഇനി മറ്റൊന്നാണ്, മുകളിൽ കയറിയിരുന്ന ബെഞ്ചിലോ സ്റ്റൂളിലോ ഇരിക്കുമ്പോ നമ്മുടെ കാലുകൾ ഇങ്ങനെ ആട്ടുന്നത്. അല്ലെങ്കിൽ കാലുകൾ ഇങ്ങനെ തുള്ളിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു അരച്ചുമരിന്റെ മുകളിൽ കയറിയിരുന്ന് കാലുകൾ ഫ്രീ ആക്കി താഴേക്കിട്ടിട്ട് അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അതൊരു യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ഉദാഹരണം, ഒരു പ്രഭാഷണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൊബൈലിലേക്ക് നോക്കും. എന്നിട്ട് മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, എന്താ, ഞാനിവിടെ ഒരു പ്രഭാഷണ വേദിയിലാണ്, പിന്നെ വിളിക്കാം. ഇപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ? ചിത്തത്തിന്റെ ഇൻവോൾവ്മെന്റ് പരിപൂർണമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവൃത്തികളിൽ
മറ്റു പ്രവൃത്തികളെ കൊണ്ടുവന്നിട്ട് ചിത്തത്തിന്റെ ആ വിഷയത്തിലുള്ള പ്രവൃത്തിയെ നമ്മൾ ഭാഗികമാക്കി ചുരുക്കിക്കളഞ്ഞു. അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ശീലമായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ടാവും. പിന്നാലെ വെച്ചാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ശീലമായി മാറും. ചില സമയത്ത് കാണാം, എന്തെങ്കിലും എടുത്തുണ്ട് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും എടുത്ത് ഇവിടെ കുത്തിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും എടുത്ത് കയ്യിലിട്ട് ഒടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം എടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അതിനെയെല്ലാം യോഗശാസ്ത്രം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ചിത്തത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടു കൂടിയിട്ട് അതാത് കർമ്മങ്ങളെ ചെയ്താൽ യോഗ സംബന്ധമായ ചിത്തവൃത്തി നിരോധത്തിന്റെ ഒരു വലിയ സംസ്കാരം ആ വ്യക്തിയിൽ ഉണ്ടാവും. മറിച്ചായാലോ, ഒരേ സമയത്ത് പലവിധ വൃത്തികളിലേക്ക് ചിത്തം മാറി മാറി പോകുന്നതിന്റെ സംസ്കാരം ഉണ്ടാവും. രണ്ടും ചിത്തത്തിന്റെ ധർമ്മമാണ്. മാറി മാറി പോകുന്നതും ചിത്തധർമ്മമാണ്, ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതും ചിത്തധർമ്മമാണ്. രണ്ടും ഒരേ കാലത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലേക്ക് ചിത്തം മാറി മാറി സഞ്ചരിക്കുന്നതിനെ സർവാർത്ഥത എന്ന് പറയും. സർവാർത്ഥത. ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതിനെ ഏകാഗ്രത എന്ന് പറയും. എപ്പോഴാണോ സർവാർത്ഥത നടമാടുന്നത്, അപ്പോൾ സർവാർത്ഥതയാണ് ചിത്തത്തിൽ. അപ്പൊ ചിത്തത്തിൽ എന്താണോ ഉള്ളത് അതാണ് ചിത്തത്തിന്റെ ധർമ്മം. ഏകാഗ്രാവസ്ഥയിലോ, ഏകാഗ്രാവസ്ഥയിലെ ഏകാഗ്രതയാണ് ചിത്തധർമ്മം. അതുകൊണ്ട് ഏകാഗ്രത ചിത്തധർമ്മമാണെന്നും സർവാർത്ഥത ചിത്തധർമ്മം അല്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടും ചിത്തധർമ്മമാണ്. രണ്ടും ഒരുമിച്ച് ചിത്തത്തിൽ ഒരേ സമയത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്വൈതത്തിലേക്ക് നമ്മൾ വന്നില്ല. വരണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. ആ പണിയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിത്തത്തിൻ്റെതായിട്ടുള്ള ധാരണശക്തി, ആ ധാരണശക്തിയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ചിത്തത്തിന്റെ ആ ധാരണശക്തി മറ്റു വിഷയങ്ങളിലേക്ക് ചോർന്നു പോവാതെ അത് ഉദ്ദിഷ്ട വിഷയത്തിൽ തന്നെ നിലനിൽക്കുമ്പോ അവിടെ ഒരേ തരത്തിലുള്ളതായ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും, 1 by 1 ആയിട്ട്. ചിത്രം 1, ചിത്രം 2, ചിത്രം 3, ചിത്രം 4, ഇങ്ങനെ ഓരോ ക്ഷണം തോറും ആ വിഷയം വന്നു പോയിക്കൊണ്ടിരിക്കും. ഒരേ വിഷയം വന്നു പോയിക്കൊണ്ടിരിക്കും.
ഇതിന് പറയുന്ന പേരാണ് സമാന പ്രത്യയം. സമാന പ്രത്യയം അല്ലെങ്കിൽ സദൃശ പ്രത്യയം. എപ്പോഴാ സദൃശ പ്രത്യയം ഉണ്ടാവണത്? ഏകാഗ്രാവസ്ഥയില് ചിത്തഭൂമിയില് ഒരേ വിഷയത്തിന്റെ സദൃശ പ്രത്യയ പ്രവാഹം ഉണ്ടാവും. എത്ര നേരം ഏകാഗ്രത തുടരുന്നുവോ അത്രയും ക്ഷണങ്ങൾ ഈ സദൃശ പ്രത്യയ പ്രവാഹമായിട്ട് അതിന്റെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വിസദൃശമായ, സദൃശമല്ലാത്ത ഒന്നും തന്നെ അതിന്റെ ഇടയിൽ കാണാൻ കഴിയില്ല. പക്ഷെ ഏകാഗ്രത എപ്പോഴാണോ അവസാനിക്കാൻ പോകുന്നത്, ഏകാഗ്രത എപ്പോഴാണോ അവസാനിക്കാൻ പോകുന്നത്, അപ്പൊ അതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങും. സദൃശ പ്രത്യയങ്ങളുടെ പ്രവാഹം നിലയ്ക്കുകയും അതിന്റെ ഇടയില് വിസദൃശമായ പ്രത്യയങ്ങൾ കയറി വരികയും ചെയ്യും. ഗ്യാസ് തീരാൻ പോകുമ്പോ ആ നീല നിറം മാറിയിട്ട് ഫ്ലെയിമിന്റെ മഞ്ഞ നിറം വരുന്നത് എന്തുകൊണ്ടാ? ഗ്യാസിനോടൊപ്പം ആ സിലിണ്ടറിന്റെ അകത്തുള്ളതായിട്ടുള്ള മോയിസ്ചർ ഉണ്ടല്ലോ, ജലകണങ്ങൾ, ആ ജലകണങ്ങൾ പുറത്തു വരുന്നത് കൊണ്ടാണ് അത് മഞ്ഞയാവുന്നത്. അപ്പൊ ആ മഞ്ഞ നിറം, നീല നിറത്തിന്റെ ഇടയ്ക്ക് മഞ്ഞ നിറം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാകണം എന്ത്? ഗ്യാസ് തീരാൻ പോകുന്നു. മറ്റൊന്ന് പമ്പരം ഉണ്ടല്ലോ, പമ്പരം കൊത്തുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നമ്മുടെ വലിയ വിനോദമായിരുന്നു. ഒരു പമ്പരത്തില് നൂല് ചുറ്റിയിട്ട് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും, അതിന് നിലത്ത് ഒരു നൂലിന്റെ അറ്റം കയ്യിൽ പിടിച്ചിട്ട് കൊത്തുമ്പോ ഈ നൂലിൽ കൂടി കറങ്ങി കറങ്ങി പമ്പരം നേരെ നിലത്ത് വീഴും. ആ പമ്പരം അങ്ങനെ നല്ല സ്പീഡിലാണെങ്കിൽ ആ ആണിയിൽ ഇങ്ങനെ നിന്ന് കറങ്ങും. കറക്കം തീരാൻ പോകുമ്പോ നമുക്കറിയാം ആ പമ്പരത്തിന്റെ ടോപ്പ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ടോപ്പ് ആടുന്ന സമയത്ത് അടിയും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, കള്ളുടിയന്മാരുടെ മാതിരി. അങ്ങനെ ക്രമേണ എന്ത് ചെയ്യും, പമ്പരം ചരിയുകയും അത് ഡ്രെന്ന് പറഞ്ഞിട്ട് തറയുടെ മുകളിൽ കൂടി ദൂരേക്ക് ഓടിപ്പോന്നും കാണാൻ പറ്റും. അപ്പൊ ഇതേപോലെ നമ്മുടെ ഏകാഗ്ര അവസ്ഥ തുടങ്ങുന്നതിന് മുമ്പ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡായിട്ട് കറങ്ങും. ഏകാഗ്രാവസ്ഥ കഴിയാൻ പോകുമ്പോഴും അത് അതിന്റെ സ്റ്റെപ്പ് അല്പം വൈഡൻ ചെയ്യും. ഇടയിൽ നല്ല ഏകാഗ്രതയായിരിക്കും, അവിടെ പമ്പരം സ്റ്റഡി ആയിട്ട് കറങ്ങുന്നത് കാണാം. അപ്പൊ സ്റ്റഡി ആയിട്ട് കറങ്ങുന്ന ഏകാഗ്രത അവസ്ഥയില് ചിത്തഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ചിത്രം എന്തിന്റെയാ? സദൃശ പ്രത്യയത്തിന്റെ ഒരേ തരത്തിലുള്ളതായിട്ടുള്ള പ്രത്യയം. ഓരോ ക്ഷണം തോറും അതിങ്ങനെ വന്നു മാറിക്കൊണ്ടിരിക്കും. മറ്റേതെങ്കിലും വിഷയത്തിന്റെ ഒരു രൂപം വന്നാൽ അതിന് വിക്ഷേപം എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്ന പേര്. സദൃശ പ്രത്യയ പ്രവാഹത്തിലേക്ക് കുറച്ച് വിസദൃശ പ്രത്യയങ്ങൾ കയറി വന്നാൽ അവിടെ ഏകാഗ്രത അവസാനിച്ചു എന്നർത്ഥം. ഇങ്ങനെ ഒരു വസ്തുവിനെ അതിന്റെ ഏകാഗ്രതയിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ രണ്ടുതരം അനുഭവങ്ങളല്ലേ? ഏകാഗ്രമല്ലാത്ത അനുഭവം, അത് പൂർണ്ണമല്ല. ഏകാഗ്രമായിട്ടുള്ള അവസ്ഥയിലുള്ള അനുഭവമാണ് പൂർണ്ണത നമുക്ക് നൽകുന്നത്. അപ്പൊ പൂർണ്ണമായ ഏകാഗ്രതയിൽ ചിത്തം വേറെ, പുരുഷൻ വേറെ, അത് സത്യമാണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നില്ല.
ഏകാഗ്രാവസ്ഥയില് നമുക്ക് അങ്ങനെ തോന്നില്ല. ചിത്തം വേറെയാണ്, പുരുഷൻ വേറെയാണ് തോന്നില്ല. സത്യമാണ്, അത് രണ്ടും രണ്ടാണ്. അപ്പൊ അവിടെ ചിത്തത്തിൽ ഉരുത്തിരിക്കുന്ന പ്രതിബിംബവും താനും, ആ ചിത്തത്തിലെ പ്രതിബിംബത്തെ അനുഭവിക്കുന്ന താനും അത് ഒന്നായി തീർന്ന പോലെയുള്ള ഒരു അനുഭൂതി നമുക്കുണ്ടാവും. അത് ഒന്നായി തീർന്ന പോലെയുള്ള ഒരു അനുഭൂതി നമുക്കുണ്ടാവും. ആ അനുഭൂതിയാണ് അദ്വൈതാനുഭൂതി. ആ അനുഭൂതിയാണ് അദ്വൈതാനുഭൂതി. അദ്വൈതാനുഭൂതി എപ്പോഴാണോ നമുക്ക് ലഭ്യമാകുന്നത്, ആ വിഷയത്തെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്കാവും. ആ വിഷയത്തിന്റെ ഒരു വശവും നമുക്ക് വെളിപ്പെടാത്തതായിട്ടുണ്ടാവില്ല. എന്ന് വച്ചാൽ ആ വിഷയം സംബന്ധിക്കുന്ന നമ്മുടെ ജ്ഞാനം യാതൊരു സംശയങ്ങൾക്കും ഇട കൊടുക്കാത്തതും അതിന്റെ വിപരീത ജ്ഞാനത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്തതുമായിരിക്കും. ഇതിനെയാണ് യോഗശാസ്ത്രത്തിൽ വ്യാസമഹർഷി സദ്ബോധമർത്ഥം പ്രദ്യോതയതി. അർത്ഥം, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന വസ്തുവിനെ സദ്ബോധം അത് എപ്രകാരമാണോ അതിനെ അപ്രകാരം തന്നെ ചിത്തം നമുക്ക് കാണിച്ചു തരുന്നു. ക്ഷിണോതിച്ച ക്ലേശാൻ, ആ സത്യജ്ഞാനം നമുക്കുണ്ടാവുമ്പോൾ ആ വസ്തുവിന്റെ വിചാരത്തിൽ നിന്ന് നമുക്കുണ്ടായിക്കൊണ്ടിരുന്ന അത് സംബന്ധിക്കുന്ന എല്ലാ ക്ലേശങ്ങളും അത് നമ്മളെ വിട്ടുമാറാൻ തുടങ്ങും. കർമ്മബന്ധനാനി ശ്രദ്ധയതി, പലതും മോഹിച്ചുകൊണ്ടാണ് പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത്. ആ വസ്തുവിനെ കുറിച്ചുള്ളതായ സത്യസ്ഥിതി അറിഞ്ഞു കഴിയുമ്പോ ആ വസ്തുവിനെ കരസ്ഥമാക്കാൻ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ശ്രമം ആ ലെവലിൽ പിന്നെ തുടരാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തിന്? കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ നമ്മുടെ കർമ്മബന്ധനങ്ങൾ എന്താവും? അതൊക്കെ ശ്രദ്ധനം സംഭവിക്കുന്നുണ്ടെങ്കിലോ അത് ബ്രേക്ക് ആവും. നിരോധം അഭിമുഖം കരോതി, എല്ലാ ചിത്തവൃത്തികളെയും നിരോധിക്കുന്നതായ നിരോധ സമാധിയിലേക്ക് ചിത്തം വഴിമാറാൻ ശ്രമിക്കും. കാരണം ഇതിൽ താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിലോ എന്നാ കാണാതിരിക്കാം. അങ്ങനെയാണ് സമ്പൂർണ്ണ വൃത്തി നിരോധം എന്ന് പറയുന്ന ആ ഒരു യോഗത്തിന്റെ പരമോന്നത അവസ്ഥയിലേക്ക് നമ്മുടെ ചിത്തം പോവുക. അപ്പൊ അങ്ങനെ
നമ്മളൊരു പട്ടിയില്ലേ, നായ്, ഒരു നായിനെ നമ്മുടെ ചിത്തം ഉപയോഗിച്ച് നമ്മൾ വീക്ഷിക്കുക. നമ്മുടെ ചിത്തത്തിന്റെ ലക്ഷ്യം എന്താ? ഇപ്പോ പറഞ്ഞതേ ഉള്ളൂ. നായ്. അപ്പൊ ചിത്തം നായിനെ വിഷയമായിട്ടെടുത്തു. ആ നായിൽ നിന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാവുന്നതായ എല്ലാ ട്രാക്കുകളെയും നമ്മൾ അടച്ചു കളഞ്ഞു. അതിന്റെ ഫലം എന്താ? നമ്മുടെ ചിത്തം ആ നായിന്റെ പരിപൂർണമായ ആകൃതിയിലേക്ക് വരും. ആ നായിന്റെ പരിപൂർണമായിട്ടുള്ള, പട്ടിയുടെ പരിപൂർണമായ ആകൃതിയിലേക്ക് നമ്മുടെ ചിത്തം മാറും. ആ സമയത്ത് ചിത്തവൃത്തിയെ നോക്കുന്ന, അനുഭവിക്കുന്ന പുരുഷന് തോന്നുവാണ്. പുരുഷൻ എന്ത് തോന്നും? ഞാനൊരു നായായി മാറിയിരിക്കുന്നു, ഞാനൊരു നായായിട്ട് മാറിയിരിക്കുന്നു. ഞാനും നായും തമ്മിൽ എന്തില്ല? ഞാനും നായും രണ്ടല്ല, ഒന്നാണ്. കുറച്ചു മുമ്പ് ഒന്നായി. കാരണം നായ അവിടെ, ഞാനിവിടെ. അവിടെ ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ ചിത്തഭൂമിയിലോ? ചിത്തഭൂമിയില് നായിന്റെ കൂടെ തന്നെ നായും ഞാനുമായിട്ടുള്ള ദൂരവും ചിത്തഭൂമിയിൽ വിഷയമായിരുന്നു. അങ്ങനെ ആ ദൂരം ഇല്ലാതായി കഴിഞ്ഞപ്പോ ചിത്തവും താനും തമ്മില്, ചിത്തവൃത്തിയും താനും തമ്മിലുള്ളതായ ആ ദൂരമില്ലാതായപ്പോൾ നമുക്ക് അനുഭവപ്പെടുവാണ് നമ്മൾ ആക്ച്വലി ഒരു നായായിട്ട് മാറി. അത് രണ്ടും രണ്ടല്ലാത്ത പോലെയുള്ള ഒരു അനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കുറച്ചു കഴിയുമ്പോ ആ അനുഭൂതിയുടെ തലത്തിൽ നിന്ന് ചിത്തം പതുക്കെ പതുക്കെ പിന്നോട്ട് മാറും. അപ്പോഴെന്താവും? രണ്ടും രണ്ടാണെന്നുള്ള പ്രതീതിയിലേക്ക് തിരിച്ചു വരും. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അതിനെ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോ നായും നമ്മളും ഒന്നാണെന്നുള്ള അനുഭൂതിയിലേക്ക് വരും. കുറച്ചു കഴിയുമ്പോഴോ, അതിന്റെ സമയം കഴിയുമ്പോ രണ്ടും രണ്ടാണെന്നുള്ള അനുഭൂതിയിലേക്ക് വരും. അപ്പൊ രണ്ടും രണ്ടാണെന്നുള്ള അനുഭൂതിയാണ് ദ്വൈതം. രണ്ടും ഒന്നാണെന്നുള്ള അനുഭൂതിയാണ് അദ്വൈതം, ദ്വൈതമല്ലാത്തത്. ഇനി പറഞ്ഞേ, ഇതിൽ ഏതാണ് ചിത്തധർമ്മം, ഏതാണ് ചിത്തധർമ്മം അല്ലാത്തത്? രണ്ടും രണ്ടാണെന്നുള്ള അനുഭവം നമുക്കുണ്ടായപ്പോൾ രണ്ടും രണ്ടാണെന്നുള്ളതാണ് ചിത്തധർമ്മം. രണ്ടും ഒന്നാണെന്ന് നമുക്ക് അനുഭവപ്പെട്ടപ്പോഴോ രണ്ടും ഒന്നാണെന്നുള്ളതാണ് ചിത്തധർമ്മം. ഈ രണ്ടനുഭൂതിയും നമുക്ക് നൽകിയത് ചിത്തമാണ്. അതിലേതാ തെറ്റ്? രണ്ട് തെറ്റില്ല. രണ്ടനുഭവങ്ങളുടെയും പശ്ചാത്തലം നോക്കുമ്പോൾ രണ്ടനുഭവങ്ങളും ഈ ചിത്തത്തിലൂടെ നമ്മൾ കൈവരിച്ചതാണ്. പക്ഷേ ഈ അദ്വൈതത്തിനൊരു പ്രത്യേകതയുണ്ട്.
അദ്വൈത അനുഭവം നമുക്കുണ്ടായപ്പോ ആ വസ്തുവിന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം നമുക്ക് അനുഭവവേദ്യമായപ്പോ ആ വസ്തുവിനോട് പിന്നെ നമുക്ക് രാഗദ്വേഷങ്ങൾ ഇല്ലാണ്ട് വന്നു. ആ വസ്തുവിൽ ഉണ്ടായിരുന്ന രാഗദ്വേഷങ്ങൾ ഇല്ലാണ്ടായി. അപ്പൊ ഈ രാഗദ്വേഷങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു പ്രകരണത്തിൽ ഏറ്റവും ഉപയുക്തമായിട്ടുള്ള ചിത്തവൃത്തി രണ്ടും രണ്ടാണെന്നുള്ളതാണോ, രണ്ടും ഒന്നാണെന്നുള്ളതാണോ? രണ്ടൊന്നാണ്. നമുക്ക് അദ്വൈതത്തെ എതിർക്കാം. എന്തിനെതിർക്കണം? ലോകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാക്കി കിടക്കുക. അതുകൊണ്ട് നമുക്ക് അദ്വൈതത്തെ എതിർക്കാം, അദ്വൈതത്തെ എതിർക്കണം. കാരണം എല്ലാവരും പരമാർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം ഞാൻ നോക്കണില്ല, ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ കാര്യം ഞാൻ പറയാം. പരമാർത്ഥം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠനം ഉണ്ടാവുമോ? എന്റെ ദർശന ക്ലാസ്സിന് പിന്നെ വില ഉണ്ടാവുമോ? അതുകൊണ്ട് എന്റെ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ലൗകികമായ കാര്യങ്ങൾ കഴിയുന്നവരെ ദൈവമേ ഇവർക്ക് ആർക്കും അദ്വൈതാനുഭൂതി ഉണ്ടാവരുത് എന്നാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അദ്വൈതത്തെ എതിർക്കും. കാരണം എന്താ? ഞാൻ എതിർത്തോണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഉണ്ടാവേണ്ടപ്പോ ഉണ്ടാവും, അല്ലെ? ഉണ്ടാവേണ്ട സമയത്ത് അത് ഉണ്ടാവും. പക്ഷെ എന്റെ താല്പര്യങ്ങളില്ലേ, വ്യക്തിഗതമായിട്ട് എനിക്കുള്ള താല്പര്യങ്ങളില്ലേ, ആ താല്പര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് ദ്വൈതാനുഭൂതിയാണ്, അദ്വൈതാനുഭൂതിയല്ല. ഈ കർമ്മബന്ധനമൊന്നും ഇപ്പൊ ശിഥിലമാവണ്ടെന്നേ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്നേ. നിരോധാവസ്ഥയിലേക്ക് എന്ത് സമയമുണ്ടല്ലോ. അപ്പൊ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ ഈ അദ്വൈതത്തെ എതിർക്കും. അപ്പൊ ഈ അദ്വൈത അനുഭൂതി നമുക്ക് പടിപടിയായിട്ട് ഉണ്ടായാൽ മതി. അതിനാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതായ പ്രകരണം ഉപനിഷത്തുക്കളെ ആധാരമാക്കിയിട്ട് ആചാര്യന്മാർ തുടങ്ങി വെച്ചത്. ഞാനൊരു പട്ടിയെ ഫോക്കസ് ചെയ്യുമ്പോ എന്റെ ചിത്തത്തിന്റെ ലക്ഷ്യം ആ പട്ടി ആയതുകൊണ്ട് ആ ലക്ഷ്യത്തിന് ഒരു പാരിഭാഷികമായ പേര് കൊടുത്തിട്ടുണ്ട്, ബ്രഹ്മം. ഏത് വിഷയത്തിലാണോ എന്റെ ചിത്തത്തിന്റെ താല്പര്യം, അതിനെ അറിയാനുള്ള താല്പര്യം, അതിന് ബ്രഹ്മം എന്ന് പേര് കൊടുത്തു. ബ്രഹ്മതദ് ലക്ഷ്യമുച്യതേ, മുണ്ടകോപനിഷത്ത്. അങ്ങനെ ആ നായിനെ നമ്മൾ ചിത്തം കൊണ്ട് ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അപ്രമത്തേന വേദവ്യം, ആ നായിനെ പരിപൂർണമായി അറിയുന്ന നിലയിലേക്ക് നമ്മുടെ ചിത്തവൃത്തികളുടെ വ്യഭിചാരത്തെ അറസ്റ്റ് ചെയ്യണം, ലീക്കിനെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴോ 100% ഈ ചിത്തം
ആ നായിന്റെ വിഷയത്തിലേക്ക് മാറുകയും അതുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിക്കുമ്പോ ഈ പട്ടി ഞാനാണ്, ഞാൻ പട്ടിയാണ്, പട്ടി ഞാനാണ് എന്നുള്ള സവിശേഷമായിട്ടുള്ള ഈ അദ്വൈതാനുഭൂതിയിലേക്ക് ഞാൻ എത്തിച്ചേരുകയും ആ അനുഭൂതിയുടെ ഫലമായിട്ട് ആ വിഷയത്തെ സംബന്ധിക്കുന്ന എന്റെ എല്ലാ സംശയങ്ങളും നീങ്ങുകയും ആ വിഷയം പരിപൂർണമായിട്ട് അറിഞ്ഞ ആൾ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ ബാക്കിയില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ അദ്വൈതാനുഭൂതി നമ്മൾ കരസ്ഥമാക്കിയാൽ അടുത്തടുത്ത വിഷയങ്ങളെ സംബന്ധിക്കുന്ന അദ്വൈതാനുഭൂതികൾ നമുക്ക് വേഗത്തിൽ കൈവരിക്കാൻ കഴിയും. ഒന്നിനെ നമ്മൾ ശരിയായി മനസ്സിലാക്കുന്ന രീതി നമുക്ക് കൈവശമായി കഴിഞ്ഞാൽ ആ രീതി ഉപയോഗിച്ച് നമുക്ക് ഏതിനെ വേണമെങ്കിലും ഈ അദ്വൈതാനുഭൂതിയുടെ തലത്തിലേക്ക് ഉയർത്തി അദ്വൈതാനുഭവം നേടാൻ കഴിയും. അങ്ങനെ ഏതേത് വിഷയങ്ങളിലാണോ അദ്വൈതാനുഭവം ഉണ്ടായത് അതാത് വസ്തുവിനെ സംബന്ധിച്ച് യാതൊരു സംശയമോ ഭ്രാന്തിയോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പ്രകരണം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് യോഗശാസ്ത്രം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഋതംഭരാ തത്ര പ്രജ്ഞ, ഋതംഭരാ തത്ര പ്രജ്ഞ. ആ വസ്തു സംബന്ധിക്കുന്നതായ നമ്മുടെ ജ്ഞാനം ആ അവസ്ഥയിൽ ഋതംഭരയായിരിക്കും. പ്രജ്ഞയുടെ പേരാണ് ഋതംഭര. എന്നിട്ട് വ്യാസമഹർഷി പറയാണ്, ഋതംഭര ഇതി നാമ അന്വർത്ഥാഭവതി. ഈ ഋതംഭര എന്നുള്ള പേര് അന്വർത്ഥമാണ്. സ ഋതമേവ വിഭർത്തി. ഋതംഭര എന്ന് പറയാൻ കാരണം അവിടെ ഋതം സത്യമല്ലാത്ത ഒന്നും തന്നെ ഇല്ല. ഇതിനെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്. എന്ത്? ജ്ഞാതേ തത്വേ കഹ സംസാരഃ. ഇങ്ങനെ ഓരോ തത്വങ്ങളെയും നമ്മൾ ഈ അദ്വൈതാനുഭൂതിയുടെ തലത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കഹ സംസാരഃ, പിന്നെ നമ്മുടെ മുമ്പിൽ പിന്നെ എന്ത് ലോകം? ഈ ലോകത്ത് പിന്നെ എന്തെങ്കിലും കാണാനുണ്ടോ? എന്തെങ്കിലും കേൾക്കാനുണ്ടോ? എന്തെങ്കിലും രുചിക്കാനുണ്ടോ? എന്തെങ്കിലും കൈവശമാക്കാനുണ്ടോ? എന്തിനെങ്കിലും നശിപ്പിക്കാനുണ്ടോ? നമുക്ക് ഒന്നുമില്ല. വേറെ ഉദാഹരണമുണ്ട്. ശുഷ്കേ നീരേ കഹ കാസാരഹ. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കുളം എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ട് വയസി ഗതേ കഹ കാമവികാരഹ, ശുഷ്കേ നീരേ കഹ കാസാരഹ, ജ്ഞാതേ തത്വേ കഹ സംസാരഹ എന്ന്. കുറെ കൂടെ വയസ്സ് എന്ന് കഴിയുമ്പോ ഈ കാമവികാരമൊക്കെ നിലയ്ക്കും. ശരീരത്തിന് ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റണില്ലേ? അപ്പൊ ശരീരം എന്ത് ചെയ്യും? കുറെ കാര്യങ്ങളെ തള്ളിക്കളയും. സർവൈവ് ചെയ്യണ്ടേ? എങ്ങനെ? ഒരു സ്ഥലത്ത് റോട്ടിൽ കൂടി പോകുമ്പോ ഒരു ബോർഡ് എഴുതി വെച്ചേക്കണം, പാലം അപകടത്തിൽ, വാഹനങ്ങൾ ഭാരം ഇറക്കി പോവുക.
എന്താ പാലം? ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് പാലം. അത് അതിലൂടെ സഞ്ചരിച്ച് 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 നമ്മുടെ ജീവിത പരിതസ്ഥിതി നമ്മളെ സംബന്ധിച്ച് ദുസ്സഹമായപ്പോൾ ഈ കാമവികാരം എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തെ എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ ശ്രമിക്കും. കാരണം പാലം അപകടത്തിലേക്കാം. അതുകൊണ്ടാണ് ഈ വയസ്സി ഗതേ കഹ കാമവികാര എന്ന് പറഞ്ഞത്. ശങ്കരാചാര്യ സ്വാമികൾ എഴുതപ്പെട്ടതായ വൈദിക ഗ്രന്ഥങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം കാണാത്തതായിട്ടില്ല. പക്ഷെ എല്ലാം അറിയുന്നവർക്കും ശങ്കരാചാര്യ സ്വാമികളുടെ ഈ അദ്വൈതാനുഭൂതി എന്താണ് എന്നുള്ളതായ കാര്യം ഇനി മനഃപൂർവ്വം തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ അനുഭൂതിക്ക് പറയുന്ന യോഗത്തിലെ ഭാഷയാണ് സമാപത്തി. സമാപത്തി എന്താ? ഞാനും അതും ഒന്നായി തീരുന്ന അവസ്ഥയുടെ പേരാണ് സമാപത്തി. തേന സഹ മമ സമതാം, മമ സമത ആപദ്യതേ. അതുമായിട്ട് എന്തായി? എന്റെ അസ്തിത്വം ഞാൻ അതിന് സമർപ്പിച്ചു. അതും ഞാനും ഒന്നായി തീർന്നു. ഒരു അനുഭൂതിയുടെ തല. ഇതിനെയാണ് സാരൂപ്യം എന്ന് പറയുന്നത്. സാരൂപ്യം. ഈ സാരൂപ്യത്തിന്റെ ചെറിയ അനുഭൂതികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മുടെ ചിത്തം ഏകാഗ്രമല്ലാത്തത് കൊണ്ടാണ് ചെറിയ അനുഭൂതി എന്ന് ഞാൻ പറഞ്ഞത്. സിനിമയില് നമ്മൾ ചിരിക്കാറില്ലേ, സന്തോഷിക്കാറില്ലേ? സിനിമയിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ കരയാറില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചില സമയത്ത് പൊട്ടിച്ചിരിക്കുന്നതും ചില സമയത്ത് വിമ്മിക്കരയുന്നതും? എന്തുകൊണ്ടാ? ആ രംഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടതായ സിറ്റുവേഷനിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് വാസ്തവത്തിൽ നമ്മൾ എഴുന്നേറ്റ് ചെന്ന് ആ സിറ്റുവേഷനിൽ ലയിച്ചപ്പോഴാണ് നമുക്ക് കരച്ചിൽ വന്നത്. കാരണം കരച്ചിൽ ഉണ്ടാക്കുന്ന പ്രകടനമായിരുന്നു. ചിരി വന്നതോ? ചിരി ഉണ്ടാക്കുന്ന പ്രകടനമാണ്. തിയേറ്ററിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കി, ആ ചിരിയുമില്ല, ആ കരച്ചിലുമില്ല. അതാ സാഹചര്യത്തിലേ ഉള്ളൂ. അത് അദ്വൈത അനുഭൂതിയുടെ ഒരു നിഴലാട്ടാണ്. ലൗകികമായിട്ടുള്ള അനുഭവമാണ്. അവിടെയുണ്ട് അദ്വൈതം, അതിന്റെ നിഴലാട്ടം ഉണ്ടായി. ആ നിഴലാട്ടം വാസ്തവത്തിൽ യോഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന, ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന അദ്വൈത അനുഭൂതിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഭാഗവതത്തിൽ ഒരു പ്രകരണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നാരദ മഹർഷി എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് വിശന്ന് വലഞ്ഞ് വിഷണ്ണനായി ഒരു സ്ഥലത്ത് ഒരു ആൽത്തറയിൽ വന്നു.
ആൽത്തറയിൽ വന്നപ്പോ തൊട്ടു മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. കുറെ പാറക്കെട്ടുകൾക്കിടയിലായിട്ട് ഒഴുക്കില്ലാത്ത, എന്നാൽ ഒഴുക്കുമായി ചേർന്ന് വന്നും പോയും ഇരിക്കുന്ന സുരക്ഷിതമായൊരു സ്ഥാനം അദ്ദേഹം കണ്ടു. അദ്ദേഹം വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് ആ പ്രവാഹത്തിന്റെ ആ സുരക്ഷിതമായ ഭാഗത്ത് ഇറങ്ങി ഒന്ന് മുങ്ങി. മുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു അശരീരി കേട്ടു. അശരീരി എന്താ? പറയുന്ന ആരാണെന്ന് കാണുന്നില്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അശരീരിയെ ശ്രദ്ധിച്ച് അദ്ദേഹം നോക്കിയപ്പോ നാഥനായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു മുമ്പിൽ നിൽക്കുക, നാരദനെ അനുഗ്രഹിക്കാനായിട്ട്. അദ്ദേഹം നോക്കി നിൽക്കെ വിഷ്ണുവോട് അപ്രത്യക്ഷനായി. അപ്പൊ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. കുറച്ചു നേരം കൂടി വിഷ്ണു എനിക്ക് കാണാൻ പാകത്തിന് നിന്നില്ലല്ലോ എന്ന്. അങ്ങനെ നാരദൻ തിരിച്ച് ഈ ആൽത്തറയിൽ വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ വിഷ്ണുവിന്റെ അശരീരി വീണ്ടും കേട്ടു. നാരദ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങൾ വിചാരിച്ചാൽ എന്നെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നാരദ, ഞാൻ പറഞ്ഞതായ മാർഗത്തിൽ അങ്ങയുടെ തപസ് തുടരുക. ഞാൻ വീണ്ടും വരും അങ്ങയ്ക്ക് ദർശനമേകാൻ. ഞാനുണ്ട് എന്ന് ഇപ്പൊ വിശ്വാസമായില്ലേ? അപ്പോൾ അങ്ങയുടെ ഈ തപശ്ചര്യയിലെ ഈ വിശ്വാസം ഉടനീളം ഉണ്ടാവണം. ആ വിശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ യോഗശാസ്ത്രത്തിന്റെ വ്യാസഭാഷ്യം മറിച്ചും തിരിച്ചു നോക്കിയപ്പോ ഈ ഭാഗവതത്തിലെ ഈ ഡയലോഗിനെ അനുസ്മരിക്കുന്നതായൊരു വാക്യം യോഗശാസ്ത്രത്തിന്റെ 1-ാമത്തെ പാദത്തിലെ പ്രകരണത്തിലുണ്ട്. അവിടെ നാരദനും വിഷ്ണു ഒന്നുമല്ല. അവിടെ പറഞ്ഞു, വാസ്തവത്തിൽ ഈ ശാസ്ത്രം പറയുന്നത്, ഗുരുക്കന്മാർ ഉപദേശിച്ചു തരുന്നത് ഒക്കെ സത്യമാണ്. വേദം പറയുന്നത് അതിലൊട്ടും പൊളിയില്ല. പക്ഷേ വേദം പറഞ്ഞതാണ്, അതുകൊണ്ടൊക്കെ ശരിയായിരിക്കും എന്നുള്ളതായ ആ ഊഹബുദ്ധിയിലൂടെ ജീവിക്കാതെ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തു നോക്കണം. ആ പ്രാക്ടീസ് അങ്ങനെ ചെയ്യുമ്പോ അതിൽ പറയുന്ന ഫലം നിങ്ങൾക്ക് കിട്ടിയാൽ വിശ്വാസമായില്ലേ? ഇതിൽ പറഞ്ഞ പോലെ ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് അതിന്റെ ഫലം കിട്ടി. ആ ഫലം കിട്ടുക എന്ന് പറയുന്നത് ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കി, ഇതുപോലെ അതും ഫലവത്താണെന്ന് കാണാൻ പറ്റും. ഭാഗവതത്തിൽ പറയുന്ന അതേ വാക്കുകളല്ല, അതേ സിറ്റുവേഷൻ അല്ല, പക്ഷെ അതേ ആശയമാണ് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്ഭുതത്തിനൊന്നും അവകാശമില്ല, കാരണം രണ്ടിന്റെയും കർത്താവ് വ്യാസനാണ്. അതുകൊണ്ട് ഒരുപാട് ഓടി നടന്ന് എല്ലാം കൈക്കലാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോ വിഷയവും
നമ്മുടെ വ്യക്തിപരമായ ഇതിഹാസത്തെ ആസ്പദമാക്കിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. അതെന്താണെന്ന് കണ്ടെത്തി എന്ത് ചെയ്യണം? അതിൽ തന്നെ പ്രവർത്തിക്കുക. മറ്റൊന്നിലേക്കും പോകരുത്. അതിൽ തന്നെ പ്രവർത്തിക്കുക. അതിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ സിദ്ധി ഉണ്ടാവും. സിദ്ധി എന്തിനു വേണ്ടിയിട്ടാ? വിശ്വാസത്തിന് വേണ്ടി. ഈ പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യം വരാനാണ് സിദ്ധികൾ വേണ്ടത്. ആ ബോധ്യത്തിന് വേണ്ടി മാത്രം സിദ്ധി ഉണ്ടാക്കാൻ നോക്കുക. സിദ്ധിക്ക് വേണ്ടി സിദ്ധി ഉണ്ടാക്കരുത്. മറ്റുള്ള ലാഭങ്ങൾക്ക് വേണ്ടി സിദ്ധി അടയാൻ നോക്കരുത്. അത് ശരിയാണ് എന്നുള്ളതായ ഉത്തമ ബോധ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സിദ്ധി ഉണ്ടാവുവോളം അതിനെന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ അതിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് വക്കീലന്മാർ പറയുന്ന പോലെ ദിവസവും അവരുടെ കേസിന്റെ വാദം പഠനം പ്രാക്ടീസാണ്. ഡോക്ടർമാരുടെ ചികിത്സ, ഓരോ ദിവസവും അവർ ചെയ്യുന്ന ചികിത്സ അവരുടെ പ്രാക്ടീസിന്റെ ഭാഗമാണ്. ഓരോ എഞ്ചിനീയറുടെയും ദൈനംദിന പ്രവൃത്തികൾ എന്ന് പറയുന്നത് ആ എഞ്ചിനീയറിംഗിന്റെ പ്രാക്ടീസ് ആയ പോലെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, എന്തു ചെയ്യാനാണോ നമ്മൾ നിയോഗിക്കപ്പെട്ടത്, എന്താണോ നമ്മുടെ വിജ്ഞാനം, നമ്മുടെ ജ്ഞാനം വിജ്ഞാനം, അത് അനുസരിച്ച് അതേ മേഖലയിൽ നിന്നുകൊണ്ട് കാലം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് ചെയ്തുകൊണ്ട് യോഗ കർമ്മസു കൗശലം, ആ കർമ്മത്തിൽ നമ്മൾ വളരെ കൗശലം എന്താ? സാമർഥ്യം നേടിയവനായിട്ടുള്ള ഖ്യാതി നമുക്കുണ്ടാവും. ആ ഖ്യാതിയിൽ വീഴരുത്. മറിച്ച് നമ്മുടെ ആത്മബോധത്തിൽ എന്തായി? ഞാൻ പ്രവർത്തിച്ച് ഈ ഫീൽഡ് ശരിക്ക് ജീവിക്കാനായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള വൈദിക മാർഗമാണ് എന്നുള്ളതായ ആ പരമബോധ്യം എനിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് വേദം പറയുന്ന മറ്റു ഭാഗങ്ങളും ഇതേപോലെ സത്യമാണെന്ന് അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആള് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമായിട്ട് എന്ത് ചെയ്യണം? സ്വന്തം പക്ഷം, വിങ്സ്, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഒരു കൂട്ടായ്മ. സംഘേ ശക്തി കലൗ യുഗേ. അപ്പൊ ഇങ്ങനെ വിജ്ഞന്മാരുടേതായ ഒരു സംഘം ഉണ്ടാവണം. അതിനെക്കുറിച്ച് നമുക്ക് വിജ്ഞന്മാരുടെ സംഘത്തെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമസ്തേ.